വിദ്യാർത്ഥികളുമായി ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. രാവിലെ 5 മണിക്കാണ് ഇറങ്ങുന്നത്. നേരെ മൊറയൂർ വഴി മലപ്പുറത്തേക്ക്. മലപ്പുറം ശുഹദാക്കളുടെ അടുത്തെത്തി അവിടെ സിയാറത്ത് ചെയ്ത് പിന്നെ നമ്മൾ നേരെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. സിയാറത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിടുകയാണ്. നമ്മളിവിടെ പുത്തനങ്ങാടി എത്തി. പുത്തനങ്ങാടി ശുഹദാക്കളുടെ അടുത്തേക്കാണ് എത്തിയത്. ഖബർസ്ഥാനിലൂടെ പള്ളിക്കാട്ടിലൂടെ പള്ളിയിലേക്കും അതുപോലെ അവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ അടുത്തേക്കൊക്കെ കുറച്ച് നടക്കാനുണ്ട്. നമ്മളിവിടെ എത്തി. ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന ഒരു കിണർ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ കുറേ ശുഹദാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ ഷഹീദുമാരെ ഇവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അതുപോലെ ഇവിടെയും 7 ഷഹീദുമാരെ ഈ കെട്ടിനുള്ളിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ നാട്ടുകൽ മക്കാമിലേക്കാണ് പോകുന്നത്. പെരിന്തൽമണ്ണ മണ്ണാർക്കാടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ നാട്ടുകലിലെത്താം. പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം. തച്ചനാട്ടുകര എന്ന ഗ്രാമത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അറബിയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പല പ്രമുഖരും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേര് അബൂ സുഹാഖ് എന്നാണ്. ഇവിടെ ഈ മഖാമിൽ പല മഹാന്മാരും സിയാറത്തിന് വരാറുണ്ട്. ഈ മഖാമിൽ നമുക്ക് 13 അടി നീളമുള്ള വലിയൊരു മീസാൻ കല്ല് കാണാം. ഇത് സാധാരണ ഒരു കല്ലായിരുന്നുവെന്നും നാൾക്ക് നാൾ വളർന്ന് ഈ ഉയരത്തിലെത്തിയതാണ് എന്നും ഒരു സൂഫിവരൻ വളർന്നത് മതി എന്ന് പറഞ്ഞ് വടികൊണ്ടടിക്കുകയും അറ്റത്തുനിന്നൊരു കഷ്ണം അടർന്നു വീണ് വളർച്ച നിലക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ പറയുന്നു. കല്ലിനടിച്ചത് ബഹുമാനപ്പെട്ട മുമ്പറം തങ്ങളാണ് എന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നു. അങ്ങനെ നാട്ടുകലിൽ നിന്നും ഇറങ്ങി ഇനി മണ്ണാർക്കാട് ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാൻ ഔലിയ റളിയല്ലാഹു അൻഹു, അജ്മീർ ഫഖീർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ബീരാൻ ഔലിയ, അമ്പംകുന്നിലെ ബീരാൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ണാർക്കാട് അടുത്തുള്ളൊരു പ്രദേശമാണ് ഈ അമ്പംകുന്ന്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മക്ബറയുള്ളത്. ഇവിടെ അടുത്ത കാലത്ത് 1970 മരണപ്പെട്ട വലിയ മഹാനാണ് അദ്ദേഹം. ഞങ്ങളുടെ ബസ് ഇപ്പോൾ അവിടെ എത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്ബറിൻ്റെ അടുത്ത് ഒരു മുസാഫർഖാനയുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ അവർക്ക് സൗകര്യമുണ്ട്. കുട്ടികളൊക്കെ ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് കുട്ടികളൊക്കെ. ഇവിടെ ഒരു കഞ്ഞി വിതരണമുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കഞ്ഞി ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പ്രകൃതി രമണീയമായ നല്ലൊരു പ്രദേശമാണ് ഇവിടെ. മേലെ മലകളൊക്കെ കാണാം. നല്ല സുന്ദരമായ പ്രദേശമാണ്. ഇവിടെ ഈ മക്ബറിൻ്റെ കീഴിൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഒരു ബോർഡിംഗ് മദ്രസ, അതുപോലെ ഇവിടെ അഗതി അനാഥ മന്ദിരമുണ്ട്. ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ കടകൾ ഇവിടെ, വലിയ ഹോട്ടലൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കടകളൊക്കെ, ചായൻ്റെ പീടികളൊക്കെ ഉണ്ട്. ഈ ചെറിയ കടയിൽ കയറി ഞങ്ങൾ നാസ്ത കഴിച്ചു. ദോശയും ചട്ടിനി മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അജ്മീർ ഫഖീർ ബീരാൻ ഔലിയ പാപ്പയുടെ മഖാമ് സിയാറത്ത് ചെയ്തു. അദ്ദേഹം 13-ാം വയസ്സിൽ നാട് വിട്ട് 27-ാം വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അജ്മീറിലേക്കൊക്കെ പോയി അവിടെ നിന്ന് പല റിയാദുകളും വീട്ടി അദ്ദേഹം വലിയ മഹാനായി മാറി. 1970 ജൂൺ 18-നാണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ഓരോ നാട്ടിലും പോയി ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കൽ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് മഞ്ഞക്കുളം സയ്യിദ് ഖാജ ഹുസൈൻ ഷഹീദ് എന്നിവരുടെ മക്ബറയാണ് നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പെട്ടെന്ന് സിയാറത്ത് ചെയ്തു. അദ്ദേഹം ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽപ്പെട്ട യുദ്ധത്തിൽ ഷഹീദായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. ഇനി അടുത്തത് ഞങ്ങൾ പോകുന്നത് പാലക്കാടിലെ ടിപ്പു കോട്ടയിലേക്കാണ്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ബസ്സിറങ്ങി ഞങ്ങൾ കോട്ടൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് കോട്ട, ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ട മനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. 18-ാം നൂറ്റാണ്ടിൽ ഹൈദരലി പുനർനിർമ്മിച്ച ഈ കോട്ട ബ്രിട്ടീഷ് അധിനിവേശം വരെയും മൈസൂർ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. പട്ടാള കേന്ദ്രമായിരുന്ന കോട്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് സർക്കാർ ഭരണകേന്ദ്രമായി മാറി. തെക്കേ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കോട്ടകളിൽ ഒന്നാണിത്. കോട്ടൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന കവാടമാണിത്. ഈ കവാടത്തിലൂടെയാണ് ഉള്ളിലേക്ക് കടക്കുന്നത്.
കുറേ കുട്ടികളൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാം. ധാരാളം സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് സ്കൂളിൽ നിന്നും മറ്റുമായി. കോട്ടയോട് ചേർന്ന് വിശാലമായ മൈതാനത്തിൽ വിശ്രമത്തിനും സായാഹ്ന നടത്തത്തിനും ധാരാളം പേർ എത്താറുണ്ട്. വലിയ യോഗങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേദിയാകുന്ന ഇടം കൂടിയാണ് ഈ മൈതാനം. നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിനാണ് കോട്ടയുടെ സംരക്ഷണ ചുമതല. കോട്ടയിൽ നിന്നിറങ്ങി നമ്മൾ ഇനി പോത്തുണ്ടി ഡാമിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് പോത്തുണ്ടി. അതിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോത്തുണ്ടി ഡാം അണക്കെട്ട്. ഞങ്ങളിപ്പോൾ അവിടെ എത്തി, ബസ്സിറങ്ങി. അവിടെ ടിക്കറ്റ് എടുക്കുന്ന കേന്ദ്രമുണ്ട്, അവിടേക്ക് പോയി നോക്കി. ടിക്കറ്റൊക്കെ അറിഞ്ഞു. കുട്ടികളായതുകൊണ്ട് കുറേ കുട്ടികൾക്ക് സ്റ്റുഡൻസ് സ്കീമുണ്ട്. അവിടെ പോയി ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പാലക്കാടിൽ നിന്ന് 42 കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ അണക്കെട്ടുകളിൽ ഒന്നാണിത്. 1958 കേരള ഗവർണറായിരുന്ന ഡോ. രാധാകൃഷ്ണ റാവുവാണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1672 മീറ്റർ നീളമുള്ള അണക്കെട്ടിന് മുകളിൽ 8 മീറ്റർ വീതിയും താഴെ 154 മീറ്റർ വീതിയുമാണുള്ളത്. പാലക്കാട് ജില്ലയിലെ കൃഷിക്കും കുടിവെള്ളത്തിനുമായാണ് ജലസേചന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങൾക്കാണ് ഈ ജലസേചന പദ്ധതി മൂലം പ്രയോജനം ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് 17 കിലോമീറ്ററാണുള്ളത്. ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അടിയിലേക്ക് ഇറങ്ങി. അടിയിൽ ഉദ്യാനമുണ്ട്. പോത്തുണ്ടി ഉദ്യാനം എന്നറിയപ്പെടുന്ന കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും എൻജോയ് ചെയ്യാനും ഇവിടെ കളിക്കോപ്പുകളും അതുപോലെ സൈക്ലിങ്ങും അങ്ങനെ പല കളി ഉപകരണങ്ങളും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഇവിടെയുണ്ട്. അവിടേക്ക് ഒന്ന് ഇറങ്ങി കുട്ടികൾ അല്പനേരം ഇവിടെയൊക്കെ കളിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതി ചുരം കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രൊസീജിയേഴ്സൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവിടെ ഒരു കാട്ടുപോത്തിൻ്റെ ഒരു രൂപം കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുരമാണിത്. കുറേ സമയം ഇതിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. കാടുകൾ താണ്ടി മലകൾ താണ്ടിയുള്ള യാത്ര വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഇവിടെ പോത്തുണ്ടി ഡാം നമുക്ക് ഇവിടുന്ന് കാണാം. മലമുകളിൽ എത്തുന്നത് വരെ നമുക്ക് ഈ ഡാമിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബസ്സിലുള്ള ഞങ്ങളെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് നെല്ലിയാമ്പതിയെക്കുറിച്ച് ബസ്സിൽ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ 2018 വെള്ളപ്പൊക്കത്തിനെ കുറിച്ചും അതിലുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് ചെറിയൊരു വിവരണം തന്നു. നെല്ലിയാമ്പതി പ്രളയം അടിച്ചു നോക്കിയാൽ ഈ പാലം മുഴുവനായിട്ട് ഒന്നുമില്ലാത്ത രൂപത്തിൽ വെറും വെള്ളം മാത്രം ഒലിച്ചു പോകുന്ന രൂപത്തിൽ താഴോട്ട് നോക്കിയാൽ കാണാം മുഴുവനായിട്ട് വലിയൊരു തോട് പോലെ ആയിരുന്നു ആ ഉരുൾപൊട്ടൽ. ഇവിടുന്ന് പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിയാമ്പതി എത്തുന്നതിന് മുമ്പായിട്ട് 83 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. റിസർവാണ്, ടൈഗർ റിസർവ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മഞ്ഞ കളറ്, ആ മഞ്ഞത് ഇതാണ് ആദ്യം നെല്ലിയാമ്പതിയിലെത്തുന്ന ടൂറിസ്റ്റുകളെ നിർത്തുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയും. ഇവിടെ നിർത്തിയാൽ ഡാമും അതുപോലെ തന്നെ ബാക്കോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റാണ്. എല്ലാവരുടെ വയറും ഇരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ ഇവിടെ നിർത്താതെ ഭക്ഷണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുരം കയറി ഞങ്ങൾ കുറേ മുകളിലെത്തി. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഉച്ച സമയമാണ്. ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം മുന്നേ ഏൽപ്പിച്ചിട്ടുണ്ട്. കുരങ്ങന്മാരൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. തണുപ്പുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. വെള്ളവും കാലാവസ്ഥയും അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഭയങ്കര തണുപ്പാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഭക്ഷണം കഴിച്ചു. സാധാ ചോറാണ്. എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിയുടെ മറ്റൊരു സ്ഥലത്തെത്തി. ഇവിടെ വരെ ബസ്സുള്ളൂ. ഇവിടെ നിന്ന് പിന്നെ നടന്ന് കേശവൻപാറ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ട്രക്കിംഗ് ആണ്.
നെല്ലിയാമ്പതിയുടെ മലമുകളിലൂടെ കാടുകളിലൂടെ ഒരു ട്രക്കിങ് ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് AVTയുടെ ഒരു ടീ ഫാക്ടറിയാണ്. അവരുടെ തേയിലൊക്കെ ഇവിടെ കാണാം. അടുത്ത് നമ്മൾ കേശവൻ പാറ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ ഒരു പാറയുണ്ട്, വലിയ നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. അവിടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കുകയാണ്. കുറച്ച് കാടിലൂടെ നടക്കാനുണ്ട് ആ കേശവൻ പാറയിലേക്ക്. കാടിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കേശവൻ പാറയുടെ അടുത്തെത്തി. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഈ മലമുകളിൽ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്, ചെറിയൊരു കുളം. ഇവിടെ നിന്ന് ഞങ്ങൾ ഉദുവൊക്കെ എടുത്ത് ബുഹറും അസറും ജമ്മായി ഞങ്ങൾ നിസ്കരിച്ചു. അതിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു വലിയൊരു കുഴിയാണ് ഇവിടെ. ഇവിടെ ഒരു ഗിൽസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഇവിടെ അല്പനേരം നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അടുത്തത് നെല്ലിയാമ്പതിയിലൂടെ ഞങ്ങളുടെ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ജീപ്പുകളൊക്കെ വാടക എടുത്തിട്ടുണ്ട്. 6 വണ്ടിയുണ്ട്. അങ്ങനെ 6 വണ്ടിയിലൂടെ ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. അത് എവിടെ ഇങ്ങോട്ട് വണ്ടിയില്ലേ? ആ അതാണല്ലേ. ഞായറാഴ്ച തിരക്കേക്കാരല്ലേ? ഇവിടെ ഒരു ചെക്ക് പോസ്റ്റുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താലേ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇവിടെ നിന്ന് 50 രൂപയാണ് ഒരാൾക്ക്. സ്റ്റുഡൻറ്റ് സ്കീം ആയതുകൊണ്ട് 30 രൂപയേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. ഒരു വ്യൂ പോയിന്റ് മിന്നാമ്പാറ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെയും യാത്ര തുടർന്നു. പിന്നെ നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ അവസാന സ്ഥലമായ മാട്ടുമലയിലെത്തി. ഇവിടെ വലിയ മലകൾ നമുക്ക് കാണാം. നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ. അടിയിലേക്ക് വലിയ ഗർത്തങ്ങളുണ്ട്. അവിടേക്കൊക്കെ സൂക്ഷിച്ച് പോകാൻ പറ്റുകയുള്ളൂ. നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഇവിടെ അല്പനേരം ഞങ്ങളിവിടെ ചിലവഴിച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഞങ്ങളിവിടെ നിന്ന് വീണ്ടും മടങ്ങി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ഞങ്ങളങ്ങനെ ജീപ്പിൽ തന്നെ ഞങ്ങളടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനമായി സന്ദർശിക്കുന്നത് പാലക്കാടിലെ ലുലു മാളിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി അല്പസമയമൊക്കെ അവിടെ കറങ്ങി. വലിയ തിരക്കായിരുന്നു. അങ്ങനെ ലുലുവിൽ നിന്നും ഇറങ്ങി ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. രാത്രി ഒരു 1:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ മടങ്ങിയെത്തി.